എൻ്റെ പേര് സനീഷ് എന്നാണ്. ഞാൻ എറണാകുളം മുളന്തിരുത്തിയിൽ നിന്ന് വരുന്നു. ഇവിടെ വരുമ്പോഴും എനിക്ക് വരാൻ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. എൻ്റെ പപ്പയുടെ ചേട്ടൻ ഞാൻ വരുന്ന ദിവസം തന്നെ മരിച്ചുപോയി. എന്നിട്ട് എനിക്കിവിടെ വരാൻ ദൈവം അനുവദിച്ചു. അതിനു മുമ്പ് ഇവിടെ വരുന്നതിന് മുമ്പേ എനിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന കാര്യം ജോഷുവ ചേട്ടൻ പറഞ്ഞപ്പോൾ വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി വെച്ച് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ജോലി റെഡിയായി. തിങ്കളാഴ്ചത്തെ വരുന്ന ദിവസം തന്നെ. അപ്പോൾ ജോഷുവ ചേട്ടനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വരുന്നില്ല, എനിക്ക് ജോലി വേണം, ജോലി വീട്ടിലോട്ട് പോരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ജോഷുവ ചേട്ടൻ പറഞ്ഞ് ഇഷ്ടമുള്ള പോലെ ചെയ്തു. വന്നാലും എനിക്ക് സ്നേഹം കൂടില്ല, വന്നില്ലെങ്കിൽ എനിക്ക് സ്നേഹം കുറയുമില്ല, എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളാൻ പറഞ്ഞു. ഞാൻ ബൈബിൾ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ കഴിഞ്ഞ വർഷം ബ്രദർ പറഞ്ഞ അതേ വചനം തന്നെ എനിക്ക് കിട്ടിയത്. ജെറമ്യയുടെ പുസ്തകത്തിൽ നിന്നെക്കുറിച്ചൊരു പദ്ധതി എനിക്കുണ്ട്, നിന്റെ ക്ഷേമത്തിനുള്ളതാണ്, നിന്റെ നാശത്തിനുള്ളതല്ല എന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ച എൻ്റെ മനസ്സിൽ പോയത്, എൻ്റെ ക്ഷേമം ഞാൻ പണിയെടുത്താലല്ലേ തരുള്ളൂ, ആ പണിക്ക് പോകാൻ തന്നെയാണ് ദൈവം പറയുന്നതെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാനങ്ങനെ പണിക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ പിന്നെ വീണ്ടും ജോഷുവ ചേട്ടനെ വിളിച്ചപ്പോൾ എനിക്ക് തോന്നി ധ്യാനത്തിന് പോകണം. അപ്പോൾ എൻ്റെ ഭാര്യ എന്നെ പറഞ്ഞു, ജോലിക്ക് പോകാതെ നീ ധ്യാനത്തിന് പോകും, ധ്യാനം കൂടാതെ നല്ലതെന്ന് പറഞ്ഞു. ആ സമയമൊക്കെ എൻ്റെ മനസ്സിൽ ഭയങ്കര വെറുപ്പൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നതിന് മുമ്പ് കുമ്പസാരിച്ചെങ്കിൽ എൻ്റെ മനസ്സിൽ വെറുപ്പും വിരോധമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ഈ ധ്യാനം കൂടിയപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വല്ലാത്തൊരു വിടുതൽ കിട്ടിയിട്ടുണ്ട്. ക്ഷമിക്കാനും അവരോടൊക്കെ സ്നേഹിക്കാനും അവരോടൊക്കെ പൊരുത്തപ്പെടാനും എന്തോ മനസ്സിനൊക്കെ ഒരു വല്ലാത്തൊരിത്, ഒരു മനസ്സിനൊക്കെ എന്തോ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എന്നാലും ഇവിടെ വന്ന് ധ്യാനം കൂടിയതിൽ വളരെ ദൈവിക അനുഭവം ഉണ്ടായി. ഇനി ഇത്രയും നാളൊക്കെ ഞാൻ ഈശോനെ മുൻസ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പല കാര്യങ്ങളും പലപ്പോഴും അവിശ്വാസത്തോടെ ഞാൻ വീക്ഷിച്ചിരുന്നത്. നടക്കുമോ, അങ്ങനെ പോയാൽ ഇങ്ങനെ ശരിയാവും, നാളെ എന്ത് സംഭവിക്കും. പക്ഷെ എനിക്കൊരു കാര്യം ബോധ്യമായി, നമ്മൾ തീരുമാനിക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല, ഈശോ വിചാരിക്കുന്നത് മാത്രമേ നടക്കൂ. അതെനിക്ക് ബോധ്യപ്പെട്ടു. ഇനി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം, കർത്താവേ നന്ദി. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ഞാൻ ഇവിടെ വരാനിരുന്നതല്ല. 2 വർഷമായിട്ട് ഓപ്പറേഷൻ ചെയ്ത് ആകെ ബുദ്ധിമുട്ടിലാണ്. യൂറിൻ പോകണം അറിയുന്നില്ല, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പം അങ്ങനെ വീടിനടുത്തുള്ളൊരു ചേച്ചി ഇങ്ങനെ ധ്യാനം കൂടുന്ന കാര്യം പറഞ്ഞു. അന്ന് വൈകുന്നേരം ബ്രദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ധ്യാനം കൂടാൻ വരിക, വന്ന് സൗഖ്യമാവും എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ഞാൻ വന്നു. അതിനുമ്പോൾ എനിക്ക് സ്റ്റെപ്പ് കയറാനൊന്നും പറ്റത്തില്ല, മേലിൽ തന്നെ എനിക്ക് തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് താഴ്ത്തി ഞാൻ സ്റ്റെപ്പ് കയറിക്കോളാം, ഭക്ഷണം കഴിക്കാൻ പോകാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കതിന് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. ഞാനിവിടെ വന്ന് എന്നെ ഓടിച്ച് ഇവിടെ ചാടിച്ച് ഇന്നിപ്പോൾ ബാലൻസ് കിട്ടുന്നില്ലെന്ന് മാത്രമുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ എനിക്കിപ്പോൾ. ഞാൻ എറണാകുളം ജില്ലയിൽ 8ഓളം ആശുപത്രികൾ കയറി ഇറങ്ങിയ ആളാണ്. ലാസ്റ്റാണ് ഓപ്പറേഷൻ ചെയ്തത്. ഓപ്പറേഷൻ ചെയ്തില്ലാന്നെങ്കിൽ ഇതിലും ഭംഗിയായിട്ട് ഞാൻ പോയേനെ എന്ന് ബ്രദർ പറഞ്ഞു. പക്ഷെ എന്തായാലും എനിക്ക് ഭയങ്കര സൗഖ്യം കിട്ടിയിട്ടുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഭാര്യയാണിത് ഒത്തിരി കഷ്ടപ്പെട്ട്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ജിഷ. ഞാൻ അംഗൻവാടിയിൽ ജോലി ചെയ്യുകയാണ്. എൻ്റെ ചേട്ടന് നടുവിന് വിഷമം ഉണ്ടാവുകയും ചേട്ടനെ ഒത്തിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവസാനം 3-4 ഡോക്ടർമാർ പറഞ്ഞു ചേട്ടന് ഓപ്പറേഷൻ ചെയ്യാതെ ചേട്ടൻ നടന്നു പോകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തു. പക്ഷെ അത് വിജയിച്ചില്ല. പിന്നെ 2 വർഷമായി ചേട്ടൻ ജോലിക്കൊന്നും പോകുന്നില്ല. പിന്നെ മോളിച്ചേച്ചി ധ്യാനം കൂടിയിട്ട് ഇവിടെ വന്ന് ധ്യാനം കൂടിയാൽ എല്ലാം മാറും എന്ന് പറഞ്ഞ് ബ്രദറെ വിളിച്ചതുകൊണ്ട് ഞങ്ങൾ വന്നു. ചേട്ടന് ഒത്തിരി സൗഖ്യം കിട്ടിയിട്ടുണ്ട്. ബാക്കി സൗഖ്യവും കൂടി ഈശോ കൊടുക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങൾ വിവാഹം കഴിച്ച് ജീവിതം തുടങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു. ഞാൻ 3 ധ്യാനം 5 ദിവസം ഇരുന്ന് മുരിങ്ങൂര് കൂടിയതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് 6 സെൻറ്റ് സ്ഥലം മേടിക്കുവാനും അത് 2 നില വീട് വയ്ക്കുവാനും ഇപ്പോൾ ഒരുമാതിരി സൗകര്യമുള്ളൊരു കാറും
എല്ലാം ദൈവം ഞങ്ങൾക്ക് തന്നു. ഞാൻ പൂർണ്ണമായി ഈശോയിൽ വിശ്വസിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം, ഈശോയെ ആരാധന. ഞാൻ ഇവിടെ വരാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പ്രായവും എൻ്റെ സൗകര്യം നോക്കിയപ്പോൾ എനിക്കത് പറ്റില്ല. എൻ്റെ അടുത്ത് ഞാൻ വാടാത്ത താമസിക്കുന്ന ഞാനും പോയി. ഇപ്പം എന്നോട് ചോദിച്ചിട്ട് അമ്മത്തേക്ക് പോകണ്ട, അദ്ദേഹത്തിന് ഞാൻ പൈസയ്ക്ക് വേണ്ടി ഇതൊന്നും അറിയാതെ ഞാൻ പോലും അറിയാതെ ദൈവം പോലും അറിയാതെ എന്നോട് വന്ന് യാത്ര ചെയ്യുമ്പോൾ മോളി എൻ്റെ അടുത്തുള്ള ഒരു അയൽവാസി ഞാൻ മോളിൻ്റെ അമ്മത്തേക്ക് കൂടി പോകട്ടാന്ന്. ഇത് കേട്ടോടുകൂടി എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ മോനെ ഞാൻ അവിടെ ഒറ്റയ്ക്ക് തെറ്റുകൊണ്ട് ഇത്ര ദിവസം ഞാൻ നിന്ന് സന്തോഷിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു. എനിക്ക് ഒരുപാട് അവരോട് മാറ്റി കിടന്നോന്നാണ് പൈസ കൊടുക്കാൻ ദൈവം എനിക്ക് തരുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ ദേവാലയത്തിലോട്ട് നടത്തുന്നത്. സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി എനിക്ക് വീടിൻ്റെ നല്ലൊരു നഷ്ടം എനിക്ക് തോന്നണില്ല. എനിക്ക് ദൈവമുണ്ട്. എന്നെ സഹായിച്ച എല്ലാവർക്കും, ഇവിടുത്തെ ബ്രദറും എല്ലാവരും നമ്മൾ ഒന്നിച്ച് ജീവിച്ച് ഒന്നിച്ച് നിന്ന് ഒരു വീട്ടിൽ നിന്ന് വന്ന പോലെ ഇവിടെ കഴിഞ്ഞുകൂടിയത്. അത് പോകാനേ തോന്നണില്ല. അത്രക്ക് സ്നേഹത്തോടും സന്തോഷത്തോടു കൂടി ഞാൻ പോവുക. നന്ദി. ഹല്ലേലൂയ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഒരാളോട് മാത്രം ഒന്ന് വരാൻ പറയും. വീൽചെയറിൽ ഇരിക്കുന്ന ചേച്ചിയുടെ ചേട്ടൻ മാത്രം ഒന്ന് വരാമോ? ആ